അമരക്കാരൻ ശ്രീമാൻ ഗോപൻ, ജനറൽ സെക്രട്ടറിമാർ ശ്രീ വിമൽ, ശ്രീ അരുൺ, ശ്രീമാൻ ജിതിന്ദ്, പാലമറ്റം വിജയകുമാർജി, നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ ആർട്ടിസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ, ഈ വേദിയിൽ അങ്ങത്ത് നിന്ന് ഡൽഹിയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യമന്ത്രി സാഗ്മാജിയുടെ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ ഈ നടത്തുന്ന ആഹ്ലാദ പ്രകടനം എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് ശോഭയെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നരേന്ദ്രമോദിജിയോടൊപ്പം ഇരുത്താൻ അനുഗ്രഹിക്കണമെന്ന് മുഴുവൻ നാട്ടുകാരോടും ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾ ഓരോരുത്തരും പറയുകയും അവരെ കൈപ്പിടിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴയിലെ കർഷകർക്ക് വേണ്ടി, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടുത്തെ വ്യവസായികൾക്ക് വേണ്ടി കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ നാളിതുവരെ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ നടപ്പിലാക്കാത്ത രീതിയിൽ 48,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വികസന രേഖയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 5,000 കോടിയുടെ ജലപാതയും 2,000 കോടിയുടെ ഡിജിറ്റൽ പാർക്കും. എന്നാൽ ഡിജിറ്റൽ പാർക്കും 1 രൂപയ്ക്ക് ഈ കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് ആര് വന്ന് നമ്മുടെ മണ്ഡലത്തിനകത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആലപ്പുഴക്കാരുടെ MP നിങ്ങളുടെ പ്രിയപ്പെട്ട ശോഭയാണെങ്കിൽ അവർക്ക് 1 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കുമെന്നുള്ള പ്രഖ്യാപനം നമ്മുടെ വികസന രേഖയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമുക്ക് സൈനിക സ്കൂൾ, നമുക്ക് 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നമുക്ക് ഹാർബർ, നമുക്ക് തോട്ടപ്പള്ളി സ്പിൽവേയുടെ ശാസ്ത്രീയമായിട്ടുള്ള പുനർക്രമീകരണം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാമാണോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടത് അതെല്ലാം കൊണ്ടുവരാമെന്ന് ഞാൻ ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരോട് വാക്ക് നൽകുന്നത്. ആരാധനായിട്ടുള്ള അമിത്ഷാജിയും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെയും പബ്ലിക് പോളിസി ഉണ്ടാക്കുന്ന ദേശീയ തലത്തിലുള്ള അതിപ്രഗത്ഭന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ്. പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളാണ് ശ്രീമാൻ നരേന്ദ്രമോദി. നടപ്പിലാക്കാൻ സാധിക്കുന്നത് മാത്രമേ ജനങ്ങളോട് പറയാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്ന നമ്മുടെ ആരാധനായിട്ടുള്ള ലീഡർ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ആലപ്പുഴയിലേക്ക് അമേത്തി സ്മൃതി ഇറാനിയെ പോലെ എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് ശ്രീമാൻ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വികസന രേഖയിൽ ഇത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇവിടെ എല്ലാ മനുഷ്യർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ, അവരുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരത്തെ ഉയർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധയാണെന്നും നിങ്ങളുടെ സ്നേഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തിക്കും, നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിജി നൽകിയിട്ടുള്ള 300-ലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും നാട്ടുകാരോടും അപേക്ഷിച്ചുകൊണ്ട് ഒരവസരം നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ശോഭ ഒരു മുഴുവൻ സമയ ജോലിക്കാരിയായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും, ജോലി ചെയ്യും. ഇവിടുത്തെ മുസ്ലിം ഉമ്മമാരുടെ മക്കൾക്കും, ഇവിടുത്തെ ക്രിസ്ത്യൻ അമ്മച്ചിമാരുടെ മക്കൾക്കും, ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള അമ്മമാരുടെ മക്കൾക്കും അവർക്ക് ചേച്ചി എന്ന് വിളിക്കാൻ, അവർക്ക് അമ്മ എന്ന് വിളിക്കാൻ, അവർക്ക് കരുതലും തലോടലുമായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനും എന്റെ പ്രസ്ഥാനവും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ എന്ന് പറയുന്ന സ്ത്രീ MP ആയാൽ ശോഭയുടെ വീടെന്ന് പറയുന്നത് ഇവിടുത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികളുടെയും വീടായിരിക്കും എന്ന് സൂചന നൽകിക്കൊണ്ട് ഞാൻ എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അമിത്ഷാജി വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു പ്രസംഗം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ അദ്ദേഹം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ആ പ്രസംഗത്തെ നെഞ്ചോട് ചേർക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് വേണ്ടത് സ്നേഹവും ഐക്യവും സമരസതയുമാണ്. നമ്മുടെ നാടിനെ ഛിദ്രപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയെയും ഒരു മതവിഭാഗത്തിനും സ്നേഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാതയാണ് എന്ന് തുറന്നു പറയാൻ സാധിക്കുന്ന മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്നേഹസദനം പണിയും. അത് ചാവറ കുര്യാക്കോസ് തിരുമേനിയുടെ പേരിലാണെങ്കിൽ, നമ്മൾ ഊണൊരുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണെങ്കിൽ, നമ്മൾ ഡിജിറ്റൽ പാർക്ക് കൊണ്ടുവരുന്നത് മന്നത്താചാരന്റെ പേരിലാണെങ്കിൽ, ആദ്യമായിട്ട് കോൺവെന്റ് വിദ്യാഭ്യാസം അത് കേരളത്തിൽ കൊണ്ടുവന്ന് പെൺകുട്ടികൾക്ക് തണലൊരുക്കിയിട്ടുള്ളത് മദർ കന്യാശ്രീമാരുടെ കൂട്ടത്തിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഉയർന്നു വന്ന ഏലിശ്വ അമ്മയുടെ പേരിൽ നമ്മൾ ഇവിടെ അത്തരത്തിലുള്ള സെന്ററുകൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. जय बीजेपी ചിലവുകൾ കൊണ്ട് താങ്ങാനാവാതെ ബുദ്ധിമുട്ടിയിരുന്ന സാധാരണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് കരുത്തു പകരുവാൻ കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ പ്രതിവർഷം 6000 രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഗരീബി കല്യാൺ യോജനയിൽ ഉൾപ്പെടുത്തി റേഷൻ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് കരുത്തു പകരുവാൻ ആലപ്പുഴയുടെ ശബ്ദമാകുവാൻ നമുക്ക് വോട്ട് ചെയ്യാം. നമ്മുടെ വനിതാ കേന്ദ്രമന്ത്രി ശോഭാ സുരേന്ദ്രനാവട്ടെ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 80% വിലക്കുറവിൽ ലഭ്യമാക്കുന്ന വണ്ടി കുറച്ച് മുന്നോട്ട് കുറച്ചങ്ങോട്ട് നീക്കിയാൽ വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് ആ ബസ് അങ്ങ് പോകുന്നത് കുറച്ചുകൂടി ജയ് ജയ് നരേന്ദ്രമോദി, ജയ് ജയ് ശോഭാ സുരേന്ദ്രൻ, ബോലോ ഭാരത് മാതാ കി Somos
ആലപ്പുഴയിൽ
ഒന്ന് വഴിയൊരുക്കി തന്നാൽ സൗകര്യമായിരിക്കും. വണ്ടി നമ്പർ 71 സിറ്റ്. മേളങ്ങൾ, വാദ്യമേളങ്ങളെല്ലാം നിർത്തണം. വാദ്യമേളങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തകരും വളരെ അച്ചടക്കത്തോടുകൂടി തന്നെ മറ്റ് വാഹനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി വഴിമാറി കൊടുത്ത് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് സെൽഫി എടുക്കാൻ വേറെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലം നോക്കി അങ്ങോട്ട് മാറി സെൽഫി എടുക്കാം. ശോഭ ചേച്ചി ഇവിടെ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ജൂൺ മാസം 4-ാം തീയതിക്ക് ശേഷം ശോഭ ചേച്ചി ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഒരു കുട്ടിക്ക് തല വെള്ളം ഇരിപ്പുണ്ട്. ചേട്ടാ